ഇളമ്പള്ളി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകിയതിൽ ക്ഷേത്രത്തിന് യാതൊരു പങ്കുമില്ല എന്നതാണ് പള്ളിക്കത്തോട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി അഞ്ചാനി റിപ്പോർട്ടിനോട് പറയുന്നത്. സ്പോൺസർ എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത്. ഭക്തിയോടെയാണ് എല്ലാവരും ചടങ്ങിനെ കണ്ടതെന്നും ജിജി അഞ്ചാനി പറയും. ശരിക്കും ഞങ്ങളുടെ നാടിൻ്റെ ഒരു വലിയ ആഘോഷം തന്നെയായിരുന്നത്. കാരണം ശബരിമല ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ വാതിൽ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരിക, അതിന് സ്വീകരണം കൊടുക്കുക എന്നൊക്കെ പറയുന്നൊരു ചെറിയൊരു കാര്യമല്ല. അത് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ചേർന്ന്, പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആ സമയത്ത് ഞങ്ങളെല്ലാം ചേർന്ന് വലിയൊരു സ്വീകരണം കൊടുത്തു. ക്ഷേത്രത്തിലെ ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, MLA അടക്കമുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നല്ലോ ഇതിൻ്റെ സ്പോൺസർ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. പിന്നെ പത്മകുമാർ ഉണ്ടായിരുന്നു, MLA. മണി കൊണ്ടുവരുമ്പോഴും ഞാനുണ്ടായിരുന്നു. മണി അതും വലിയ ഭക്തജനങ്ങളുടെ വലിയ അങ്ങനെ 2 പരിപാടികൾ മണി കൊണ്ടിരുന്നു. പിന്നെ ഈ വാതിലുകളും വലിയൊരു പരിപാടിയായിട്ടാണ് നമ്മുടെ നാട് അതിനെ സ്വീകരിച്ചത്. അഖിലാണ് ചേരുന്നത്. അഖിൽ, അവിടുത്തെ നാട്ടുകാർക്ക് സംഘാടകർക്കൊക്കെ ഈ പരിപാടിയെക്കുറിച്ച് പറയാനുള്ളത് എന്താണ്? വിനീത, ഇത് ഒരു വലിയ ആഘോഷം, അതായത് അവരുടെ ക്ഷേത്രത്തിലേക്ക് വലിയൊരു പരിപാടി വരുന്നു. അതായത് ശബരിമലയിലേക്ക് കൊണ്ടുപോകാനുള്ള വാതിലുകൾ അല്ലെങ്കിൽ മണികൾ അത് അവരുടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ സ്വീകാര്യതയോടുകൂടി തന്നെയാണ്. അവിടെ വലിയ തിരക്ക് അതിനുണ്ടായിരുന്നു. വലിയ ഘോഷയാത്രയായിട്ടാണ് അവർ കൊണ്ടുപോവുകയും ചെയ്തത്. അതായത് ഇവിടെ നിന്നാണ് അതിൻ്റെ ഘോഷയാത്രയുടെയും മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അതായത് ഈ പൊതിഞ്ഞു കൊണ്ടുവരുന്ന വാതിലും അതുപോലെ തന്നെ മണിയും ഒക്കെ ആ ക്ഷേത്രത്തിലെത്തിയ ശേഷമാണ് പൊളിക്കുന്നത്. അപ്പോൾ അത് ആദ്യം പുറലോകം അല്ലെങ്കിൽ ആളുകൾ പുറത്ത് ആളുകൾ ആദ്യം കാണുന്നത് ക്ഷേത്രത്തിൽ വെച്ചാണ്. അപ്പോൾ അത്ര വലിയൊരു പരിപാടി വരുമ്പോൾ അതിനെ വലിയ സ്വീകാര്യതയോടെ കൊണ്ടുവരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ സ്പോൺസർ എന്ന നിലയ്ക്ക് വരുന്നു. ആ പരിപാടിയുടെ പ്രധാനപ്പെട്ട ആൾ അവർക്കൊരു സ്വീകരണം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ സ്പോൺസർ എന്ന നിലയ്ക്ക് അദ്ദേഹം എത്തുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെട്ടിരുന്ന കാര്യം കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. അവരുടെ നാട്ടിലേക്ക് ഇത്ര വലിയൊരു പരിപാടി വരുമ്പോൾ അതിനെ വലിയ ഇരുകയും നീട്ടി അവർ സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിൽ എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങളുള്ളതായോ അല്ലെങ്കിൽ ഒന്നും തോന്നേണ്ട കാര്യവും അതില്ല. കാരണം ശബരിമല ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ എത്തുന്ന ഒരു പരിപാടിയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി നേരിട്ടേക്ക് ഇവിടേക്ക് എത്തി ഇന്ന പോലെ ഒരു സാധനം ശബരിമലയിൽ കൊണ്ടുപോകുമെന്നൊന്നും പറയേണ്ട, അല്ലെങ്കിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ദേവസ്വം പ്രസിഡന്റ് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിനെ വലിയ സ്വീകാര്യതയോടെ തന്നെ സ്വീകരിച്ചു. ഈ സ്പോൺസറെ ഓർക്കുന്നുണ്ട് എന്ന കാര്യമൊക്കെ തന്നെ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതിൽ വിവാദമായതിൽ എന്തായാലും അവർക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് അദ്ദേഹം അവർ പങ്കുവെക്കുകയും ചെയ്യുന്നത്. വിനീത, ശരി. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പള്ളിക്കത്തോട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജിജി അഞ്ചാനിയാണ് റിപ്പോർട്ടിനോട് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അഖിലാണ് വിവരങ്ങൾ നൽകിയത്.